നബി വഫാത്തായി എന്നറിയുന്നതോടുകൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാലിനെ പോലെ സിറിയയിൽ പോയി താമസിച്ചു ബിലാൽ. മടങ്ങി വരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് സയ്യിദുന ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട്, ബിലാൽ എന്തേ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞു കലങ്ങി ഹൃദയം പിടച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മഹാനായ ബിലാൽ അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത്. അപ്പോഴാണ് സഹാബാക്കൾ ഒന്ന് ആ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ രണ്ട് കുഞ്ഞുമക്കൾ അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കിടാങ്ങളായി സയ്യിദുന ഹസനും ഹുസൈനും ചോദിക്കുമ്പോ ആ പരിശുദ്ധമായ ബാങ്കുലി ഒരിക്കൽ കൂടി മദീനയിൽ മുഴങ്ങി. പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്നേ മഹാനായ ബിലാലിന് പറഞ്ഞു തീർക്കാനായുള്ളൂ. അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ ഇഷ്കിന്റെ മുന്നിൽ മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു, എന്തിനാ കരയുന്നത്? നാളെ ഞാൻ എന്റെ മുഹമ്മദിനെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകാണ് എന്ന് പറഞ്ഞ സയ്യിദുന ബിലാൽ.